أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ഖാജാ മുഈനുദ്ദീൻ. ഞാനെന്ത് ചെയ്താലും നിങ്ങളൊന്നും പറയാ പാടില്ല എന്ന് പറഞ്ഞ് വരച്ച വരയിൽ ഭർത്താവിനെ വളർത്തുന്നതല്ല പൊരുത്തമെന്ന് പറയുന്നത്. പിന്നെയോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭർത്താവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലൗ സാല മൻഹറാഹു ദമം വഖൈഹാ വലഹസതുഹു ബിലിസാനിഹാ. നിന്റെ ഭർത്താവിന്റെ കൈകാലിൽ നിന്ന് വ്രണം വന്നിട്ടത് പൊട്ടി ഒലിക്കുന്ന ചീഞ്ചലമില്ലേ, പിന്നെ നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ ഭർത്താവിനോടുള്ള കടമ തീരുന്നില്ല. ഇത് വൈലിത്തറ ഉസ്താദ് മുതൽ അവസാനം വന്നു നിൽക്കുന്ന പ്രവാചകന്മാര് വരെയുള്ള സർവ്വ ഉസ്താദുമാരും പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതാ. പക്ഷേ ഇന്ന് 3 മാസം കഴിയുമ്പോ കുടുംബ കോടതിയിലല്ലേ, ഒരുപാട് പൊന്നും പണ്ടവും കൊടുത്ത് കെട്ടിച്ചവന്റെ മോളല്ലേ കുടുംബ കോടതിക്കകത്തിരുന്ന് വിയർക്കുന്നതല്ലോ. ആകാശത്തിൽ വെച്ച് കല്യാണം നടത്തുന്ന, ഭൂമിക്കടിയിൽ വെച്ച് കല്യാണം നടത്തുന്ന, കപ്പലിന്റെ അകത്ത് വെച്ച് കല്യാണം നടത്തുന്ന, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ട് കല്യാണം നടത്തുന്ന, സുബ്ഹാനല്ലാഹ് 3 കോടി രൂപയുടെ ഭക്ഷണം കൊടുത്ത ഒരു കല്യാണത്തെ കുറിച്ച് ഈ അടുത്ത സമയത്ത് എനിക്കറിയാൻ സാധിച്ചു. അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ അനാഥ മക്കളുടെ, അഗതിയാര മക്കളുടെ കണ്ണീര് നമുക്ക് നാശമാവല്ല അല്ലോ. അതുകൊണ്ട് സഹോദരിമാര്, നാളെ പടച്ച റബ്ബ് നിന്നോട് ഭാര്യ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഭർത്താവിന്റെ പൊരുത്തം നേടിയതെന്ന് ചോദിക്കുമ്പോ, ഭർത്താവില്ലാത്ത രാത്രിയിൽ കാമുകന് മിസ്കോൾ അടിച്ച, ഫേസ്ബുക്കിലൂടെ കാമുകന്മാരെ അന്വേഷിച്ച, പൂരപ്പറമ്പിൽ ആന എഴുന്നള്ളത്തും കുതിരച്ചാട്ടവും നടക്കുമ്പോ കാമുകന്റെ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വരുമോ, കടയുടെ മുന്നിൽ വരുമോ, പള്ളിപ്പറമ്പിൽ വരുമോ, ആനയുടെ പുറകിൽ വരുമോ എന്ന് പറഞ്ഞിട്ട് കറങ്ങാ മനസ്സ് വെച്ച പെണ്ണേ, അല്ലാഹുവിന്റെ കോടതിയില് നിന്നെ വലിച്ചെറിയുന്നൊരു നരകത്തിന്റെ അടിത്തട്ടില. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, വേദനിക്കുക, ഭർത്താവിനെ നൊമ്പരപ്പെടുത്തല്ലേ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ലേ, ഭർത്താവിനെ സങ്കടപ്പെടുത്തല്ലേ. പക്ഷേ ഇത് പറയുമ്പോ സഹോദരിമാര് പറയും, ഉസ്താദേ നമ്മളെ കുറിച്ച് പറഞ്ഞാ പോരാ, ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട് ഒരൊറ്റ വാക്ക് ഞാൻ വിഷയത്തിൽ പെടാതെ പറയുകയാ. സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്ന വിഷയത്തിൽപ്പെട്ടതല്ല, എന്നാലും പറയുകയാണ്, ചെറുപ്പക്കാരാ, നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കൂടെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പൊരുത്തത്തോടെ ജീവിക്കുമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണിനെ കരയിപ്പിക്കല്ലേ. നിന്റെ മാനസികമായ വിഷമങ്ങൾ പറ്റിവരുമ്പോ ആ പെണ്ണിന്റെ മുടിക്കുപ്പിരി പിടിച്ച് ചിവരിടിക്കല്ലേ. എത്രയോ സഹോദരിമാരെ പൊട്ടിക്കരയുന്നുണ്ടോ. നിന്റെ പ്രിയപ്പെട്ട മക്കളോട് നീ ഒരു സ്നേഹം കാണിക്കണേ, ഭാര്യയോട് നീ ഒരു സ്നേഹം കാണിക്കണേ. ആ സ്നേഹത്തിന്റെ വലിപ്പം എത്രയെന്ന് ചെറുപ്പക്കാരൊന്ന് ചിന്തിക്കണേ. എവിടെ പോയാലും നിന്റെ ഭാര്യയൊന്ന് ഫോൺ വിളിക്കണേ. ഒരു കടയിൽ ഭക്ഷണം കഴിക്കാ കേറിയാൽ അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് പ്രിയപ്പെട്ടവളെ ഒന്ന് വിളിക്കണേ. നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോ എന്തോ ഒരു സന്തോഷമാണ് അവൾക്ക്. അല്ലാതെ എല്ലാം മറന്നുകൊണ്ട് ഭാര്യ അടുത്തില്ലാത്തപ്പോ സ്വർഗമാണെന്ന് ചിന്തിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ചിന്ത എന്റെ ചെറുപ്പക്കാരാ നിന്റെ മനസ്സിൽ വരില്ലേ. നിന്റെ പ്രിയപ്പെട്ട മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നത് ഭാര്യ കാണുമ്പോ എന്തോ ഒരു രസമെന്നറിയോ. നിന്റെ ഭാര്യ പ്രസവിച്ച് കിടന്ന 4 മാസമായില്ലേ, ഒന്ന് പോയി നോക്കിയോടാ, 1 വർഷമായില്ലേ. ആ പെണ്ണിന്റെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കോ. നിനക്ക് കിടന്നിട്ട്
കണ്ടിട്ടുണ്ടോ? പെണ്ണ് വകവെക്കുന്നില്ല, അനുസരണയില്ല എന്ന് പറഞ്ഞാ പോരാ. അതുകൊണ്ട് ഒരുങ്ങിക്കോ സഹോദരിമാരെ. സ്വാലിഹത്തായ ഭാര്യയാകാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോ സ്വാലിഹാര ഭർത്താവാകാൻ ഇവർ തീരുമാനിക്കുന്നതാണ്. മൂന്നാമത് അല്ലാഹുവിന്റെ കോടതിയിലെ വിചാരണ ഉമ്മയോടാണ്. അതല്ലേ പ്രധാന വിഷയം? അതല്ലേ ഖദീജയെ മറന്നില്ലല്ലോ? പരനാട്യത്തിന് പണ്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഊരുവിലക്കിയ ഖദീജ എന്ന് പറയുന്ന പെണ്ണിന്റെ വാർത്ത മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നത് കേരളത്തിന്റെ ഏത് ജില്ല മറന്നാലും മലബാർ ജില്ല മറക്കൂല എന്ന് എനിക്കറിയാം. കാരണം എന്തേ? ഗാനമേളകൾക്ക് ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ജില്ല അല്ലേ? കുറ്റപ്പെടുത്തി എന്ന് പറയരുത്. നബിദിനം വന്നാൽ ആൽബം പാട്ടുകാരെ നിരപ്പ് നിർത്തിയിട്ട് മുമ്പ് വന്ന് ആടാൻ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാർ മലബാറിലില്ലേ? ആൽബത്തിൽ കാമുകന്റെ കൂടെ തോളത്ത് കൈയിട്ട് വാഗമറപ്പിന്റെ ചോട്ടിലൊന്ന് പാട്ടുപാടി അഭിനയിക്കാൻ അവസരം കിട്ടണമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ എത്ര സ്റ്റുഡിയോയിലാണ് 780 1500 രൂപയ്ക്ക് പകരം ഞാൻ ആടാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്നറിയോ? അതൊക്കെ ഒരു മുസ്ലിം ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണെന്നറിയുമ്പോൾ അത്ഭുതം തോന്നിപ്പോകുന്നു. ആകാശം ഇടിഞ്ഞു വീഴാനുള്ള സമയം കഴിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഡിസംബർ കൂടി ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് തന്നിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയി. അതുപോലൊരു ഡിസംബറാണ് സുനാമി വന്നത്, അതുപോലൊരു ഡിസംബറാണ് ഭൂമി കുലുങ്ങിയത്. മറന്നു പോകരുത്. അള്ളാഹു സർവനാശങ്ങളെ തൊട്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മമാര് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, പ്രസവിക്കാൻ മാത്രം പഠിച്ചാ പോരാ, പ്രസവിക്കാൻ മാത്രം പഠിച്ചാ പോരാ. 4 മക്കളെ ഞാൻ പെറ്റില്ലേ, 5 മക്കളെ ഞാൻ പ്രസവിച്ചില്ലേ, അവരൊക്കെ എന്നെ പോലെ സുന്ദരി കുട്ടികളും സുന്ദരന്മാരും അല്ലേ എന്ന് പറയാൻ മാത്രം പഠിച്ചാ പോരാ. ഇന്ന് പ്രസവം പോലും വിറ്റ് സിനിമ പിടിച്ച് കാശാക്കുന്ന കാലമാണ്. ഒരു പെണ്ണിന് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ലേബർ റൂമിലേക്ക് ക്യാമറ കടത്താൻ അനുവാദത്തിന് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഏത് സിനിമയിലും ആ പെണ്ണിന് അഭിനയിക്കുന്ന നടിയാകാം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ മാതാവിന്റെ ഗർഭാശയം വരെ കച്ചവടം ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം എവിടേക്കാണ് നമ്മുടെ പോക്ക്? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മ, നിന്നോട് അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും നാളെ. കാരണം മക്കളുമായി ഏറ്റവും അഗാധമായ ബന്ധം ഉപ്പാക്കല്ല, ഉപ്പുപ്പാക്കല്ല, ഉമ്മാക്കു മാത്രമാണ്. ഉമ്മയുടെ മടിത്തട്ടാണ് കുഞ്ഞിന്റെ വിദ്യാലയം എന്ന് പറയുന്നത്. അത് ഈ ഉമ്മമാര് മറന്നു പോകരുത്, ഉമ്മമാര് മറന്നു പോകരുത് അല്ലേ? മക്കളെയും കൊണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ കൂടെ നിങ്ങളുടെ പെൺമക്കളെയും നിങ്ങളുടെ ആൺമക്കളെയും കൊണ്ടുപോകാറില്ലേ? സർക്കസ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകാറില്ലേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മക്കളും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാ, ശുദ്ധ പ്രകൃതത്തിലാ. ഉമ്മാ, നീയാണ് അവരെ നശിപ്പിക്കുന്നത്, നീയാണ് അവരെ നരകത്തിന്റെ വഴി തുറന്നു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അവരെ താളത്തിനൊത്ത് തുള്ളിയിട്ട് അവർക്ക് നരകത്തിന്റെ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് ഉപ്പാ നീയാണ്, മറന്നു പോവല്ലേ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുകയാ, അള്ളാന്റെ കോടതിയിൽ സ്ത്രീയെ വിചാരണ നടത്തപ്പെടുമ്പോ മൂന്നാമതായി ചോദിക്കുന്നത് ഉമ്മ നിന്നോടാണ്. നിന്റെ മക്കളെ എങ്ങനെയാ വളർത്തിയത്? മിസ്രം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇളം തെന്നലിന്റെ സൗന്ദര്യമേ, നെയിലെന്ന് പറയുന്ന അത്ഭുതമായ നദി, ആ നദിയുടെ മുകൾ പരപ്പിലൂടെ ഒരു പെട്ടി ഒഴുകി വന്ന കഥ നമുക്കറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. ആ പെട്ടിയെ ഒഴുക്കി വിട്ടതൊരുമ്മയാ, ആ പെട്ടിക്കകത്ത് കിടന്നത് ഉമ്മാന്റെ മനസ്സ് നിറഞ്ഞ മൂസയാ. ആ പൊന്നുമോന് ഇങ്ങനെ പിരകൾക്ക് മുകളിലൂടെ ഇളം തെന്നടിച്ചിട്ട് ഇങ്ങനെ ആടി ആടി പോകുന്ന കാണുമ്പോ മിസ്രിന്റെ നെയിലിന്റെ കരയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോലെ ഉമ്മാന്റെ കണ്ണീര് പോലും ഇന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വരുന്നില്ലല്ലോ. എന്റെ ഉമ്മമാരോട് വേദനയോടുകൂടി പറയട്ടെ, നിന്റെ മക്കളെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഉസ്താദെ, പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അവനൊന്ന് തെറ്റി. ഇത് പറയാത്ത ഉമ്മമാരെത്ര പേരുണ്ട്? എന്റെ മോൻ എനിക്ക് ജീവനായിരുന്നു,
കല്യാണം കഴിഞ്ഞപ്പോ അവൻ എന്നെ വേണ്ട, അവന് തൊലി വെളുത്ത പെണ്ണ് കിട്ടിയപ്പോ പെണ്ണിനെ മതി. ഇത് പറയാത്ത കേരളത്തിൽ 1000 ഉമ്മമാരിൽ ഒരു ഉമ്മ പോലും ഇത് പറയാത്ത ഉമ്മയായി കാണില്ല. കാരണം എന്തേ? അത് ഉമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഞാൻ ആണയിട്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുകയാണ്, തന്റെ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉമ്മാക്ക് പോലും മരുമക്കളെ വെറുക്കാൻ ലോകത്ത് കഴിയൂല. പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ മരുമക്കളെ വെറുക്കാൻ ലോകത്തൊരു ഉമ്മാക്കും കഴിയൂല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയുള്ള ഉമ്മമാർ ചില കുടുംബത്തിൽ ചെന്നാലുണ്ടല്ലോ, സ്നേഹം കണ്ടാൽ അത്ഭുതം തോന്നിപ്പോകും. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ മരുമോള് പനിയായിട്ട് കിടക്കുമ്പോൾ ചില ഉമ്മമാര് പറയണത് എന്താ? അവക്ക് പനിയല്ല, എല്ലാ കുരുവും വരും, അവളെ ചാട്ടം അത്രയാ. വേറെ ഉമ്മമാരെന്ത് പറയുമെന്നറിയോ? അടുത്തു പോയിരുന്ന് മോളെ ഇത്തിരി ചായ ഇട്ട് തരട്ടെ, സുലൈമാൻ ഇട്ട് തരട്ടെ, ഇച്ചിരി തുണി നനച്ച് നെറ്റിയിൽ വെച്ച് തരട്ടെ, ഇച്ചിരി ഈ കർച്ചീപ്പിനകത്ത് ചാരമിട്ടിട്ട് ചൂടിങ്ങനെ നെഞ്ചത്ത് പിടിച്ചു തരട്ടെ. ഇതൊക്കെ ചോദിക്കുന്ന കാലമുണ്ടോ? നിങ്ങൾ പറയും ഉമ്മമാരങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ ഉസ്താദേ, മരുമക്കള് മാമിമാരോട് ഇടപെടുന്ന, ഭർത്താവിന്റെ ഉമ്മമാരോട് ഇടപെടുന്ന കൂടി പറയണം. പറയാതിരിക്കാൻ പറ്റൂലല്ലോ, പറയാം.